വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റോയൽ കരീബിയൻ്റെ സെലിബ്രിറ്റി മിലേനിയം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൂസിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നടക്കുന്നത് അവരുടെ പ്രാക്ടീസിങ് സെക്ഷനാണ്. അവരുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ ഓരോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കസീനോ നേരിട്ട് കാണുന്നത്, അതും ഒരു ക്രൂസിൻ്റെ അകത്തുള്ള കസീനോ. ഞാൻ ഒരുപാട് മൂവീസിലും ടി വി ഷോസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കസീനോസ് കണ്ടിട്ടുണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു വണ്ടർലാൻഡിൽ കയറിയ ഒരു ഫീലായിരുന്നു. ബിക്കോസ് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ഷിപ്പിൻ്റെ അകത്തെ ഒരു കസീനോയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ അവരത് ഓരോ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് ഒന്നും കൂടെയും കയറാൻ ഭാഗ്യം ലഭിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സത്യം പറയുവാണെങ്കിൽ ഒരു ക്രൂസിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പക്ഷേ ഇവിടുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിക്കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ഫ്ലോറിലെ ലേഡീസ് വാഷ്റൂം ഏരിയ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഏരിയ നമുക്കൊന്ന് നോക്കാം. ഒരു ക്രൂസിൻ്റെ അകത്തെ ടോയ്ലറ്റ് എത്ര മാത്രം ഹൈജീനിക് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊന്ന് നോക്കിക്കേ. ഇവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം കേട്ടോ. എപ്പോഴും ഇവിടെ ആൾ വന്നിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനപ്പം വാഷ്റൂമിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു മായാലോകത്ത് കയറിയതുപോലെയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ എന്താ പറയുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.